ഇപ്പോൾ നമ്മുടെ LDC മെയിൻസ് എക്സാം കഴിഞ്ഞു. അടുത്ത ഈ വരുന്ന LGS എക്സാമിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോടാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും LDCയിൽ വന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്, ചോദ്യഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. അതുപോലെ എഴുത്തുകാരുടെ ഭാഗത്തുനിന്ന് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഒരുപാട് കറൻറ്റ് അഫേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നാണ് കൂടുതൽ വന്നതെന്ന് പറയുന്നു. മാത്രമല്ല ഒരുപാട് സയൻസ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ചോദ്യഭാഗങ്ങൾ ഒന്ന് കണ്ടെത്താം. ഇപ്പോൾ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ലെങ്ത്തും വക്രത ആരവും തമ്മിലുള്ള ബന്ധം വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൽ വക്രത ആരം 12 മീറ്ററും അതിൻ്റെ ഫോക്കസ് ദൂരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ലെൻസിൻ്റെ കാര്യത്തിലായാലും ദർപ്പണത്തിൻ്റെ കാര്യത്തിലായാലും അത് മിററിൻ്റെ കാര്യത്തിലായാലും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രത ആരത്തിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം 12 മീറ്റർ വക്രത ആരം എന്ന് വരുമ്പോൾ അതിൻ്റെ പകുതി 6 മീറ്ററാണ് ഫോക്കസ് ദൂരം വരുന്നത്. ഇപ്പോൾ ഇതിൽ ചിത്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത് ലെൻസാണ്. ഇതിൽ ഈ C എന്ന് കാണിക്കുന്നതാണ് അതിൻ്റെ വക്രത കേന്ദ്രം. ഇപ്പോൾ ഒരു സിയിൽ നിന്ന് സിയിലോട്ടുള്ള ആ ദൂരമാണ് വക്രത ആരെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇതിൻ്റെ ഫോക്കസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്, ഫോക്കസ് ദൂരമായിട്ട് കണക്കാക്കുന്നത്. അപ്പം രേഖയാണ്. പിന്നൊന്ന് പറയുന്നത് മുഖ്യ ഫോക്കസ് എന്താണെന്ന്. അപ്പം അതായത് എവിടെയാണോ പ്രതിബിംബം രൂപപ്പെടുന്നത് അതാണ് മുഖ്യ ഫോക്കസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ അത് റിയലായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖ്യ ഫോക്കസാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ F എന്ന് കാണിക്കുന്നതാണ് മുഖ്യ ഫോക്കസ്. അന്നേരം കോൺകേവ് ലെൻസിൻ്റെ കേസിൽ മിഥ്യയായിട്ടുള്ള ഒരു ഫോക്കസാണ്. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻസ് കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് ഓർത്തിരിക്കാം. യഥാർത്ഥ ഫോക്കസ് കോൺവെക്സ് ലെൻസിനും മിഥ്യയായ ഫോക്കസ് ഉള്ളത് കോൺകേവ് ലെൻസിനും. SCRT ബുക്കിലുള്ളതാണ് നമ്മുടെ 9ാം ക്ലാസ്സിലെ. അപ്പോൾ ഇതിൽ വസ്തുവിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ടുള്ള പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കാണാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വിദൂരതയിലാണ് വസ്തു വെച്ചിട്ടുള്ളതെങ്കിൽ പ്രതിബിംബം വരുന്നത് Fലാണ്, അതായത് ഫോക്കസിൽ. അപ്പോൾ അതുപോലെ 2Fന് അപ്പുറത്താണെങ്കിൽ 2F എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത് വക്രത കേന്ദ്രത്തിനെ തന്നെയാണ്. കാരണം ഫോക്കസ് ദൂരത്തിൻ്റെ ഡബിളാണല്ലോ വക്രത ആരം, അതുകൊണ്ടാണ് 2F കാണിക്കുന്നത്. അപ്പോൾ 2Fന് അപ്പുറത്താണെങ്കിൽ 2Fനും Fനും ഇടയിൽ നിന്നാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇവിടെ വരുന്നത്. അതുപോലെ 2Fലാണെങ്കിൽ 2Fൽ തന്നെയാണ് പ്രതിബിംബം കിട്ടുന്നത്. ഇനി വസ്തു വെച്ചിട്ടുള്ള 2Fനും Fനും ഇടയിലാണെങ്കിൽ നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് 2Fന് അപ്പുറത്തായിരിക്കും. Fലാണ് വസ്തു വെച്ചിട്ടുള്ളതെങ്കിൽ വിദൂരതയിലായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. ഇനി Fനും ലെൻസിനും ഇടയിലാണെങ്കിൽ ലെൻസിന് പിന്നിലാണ് പ്രതിബിംബം കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഈ വിദൂരതയിൽ കിട്ടുന്നത് അത്ര ക്ലിയർ ആയിട്ടായിരിക്കില്ല, ബാക്കിയെല്ലാം യഥാർത്ഥവും ക്ലിയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ലെൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നീട് ഫിസിക്സിൽ നിന്ന്, അതായത് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഹീറ്റ് എനർജി, താപനിലയെക്കുറിച്ച്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോണുകളിലേക്ക് ആകെ ഗതികോർജ്ജമാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. അങ്ങനെ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ജൂളാണെന്നും എല്ലാം അതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഹീറ്റ് എനർജിയെ കുറിച്ചുള്ള ഒരു നിയമമാണ് ജൂൾ നിയമം എന്ന് പറയുന്നത്. പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുള്ള. അതിൽ ഹീറ്റ് എനർജി, അതിൽ താപ ഊർജം ഹീറ്റ് എനർജി എന്ന് പറയുന്നത് H എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സമവാക്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന അതിൽ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി ഒഴുകുമ്പോൾ, ഇലക്ട്രിസിറ്റി ഒഴുകുമ്പോൾ ആ കണ്ടക്ടറിൽ രൂപപ്പെടുന്ന ഊർജം എത്രയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഇക്വേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അതെന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I², അവിടെ I എന്ന് പറയുന്നത് ഇതിലൂടെ ഒഴുകുന്ന
കറണ്ടാണ്, ഇലക്ട്രിക്കൽ കറണ്ടാണ് I. H=I². പിന്നെ R എന്ന് പറയുന്നത്, R എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ പ്രതിരോധമാണ്, റെസിസ്റ്റൻസ് ആണ്. പിന്നെ ടി എന്ന് പറയുന്നത് എത്ര സമയം, ആ സമയം നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് മിനിറ്റിലാണ്, സെക്കൻഡിലും മണിക്കൂറിലൊന്നുമല്ല, മിനിറ്റിലാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഹീറ്റ് എനർജി എത്ര സമയത്തിലോട്ട് ഒഴുകുന്നു, എത്ര സമയം വെച്ച് ഒഴുകുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പവർ, ആ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക ഉപകരണത്തിൽ എത്ര സമയത്തോളം കറൻറ്റ് വർക്ക് ചെയ്യുന്നു എന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആ ഉപകരണത്തിൻ്റെ പവർ കണക്കാക്കുന്നത്. ആ പവർ എന്ന് പറയുന്നത് ശരിക്കും അതിൽ രൂപം കൊള്ളുന്ന ഹീറ്റ് എനർജി എത്ര സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ ഈ സമവാക്യത്തിൽ ഇക്വേഷനിൽ I² × RT എന്നുള്ള ഇക്വേഷനിൽ താഴെയും മുകളിലും T വരുമ്പോൾ അത് കട്ടായി പോകുമ്പോൾ നമുക്ക് പവർ എന്ന് പറയുന്നത് I²R എന്ന് കിട്ടും. I²R എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ, ഒന്ന് ഹീറ്റ് എനർജി കാണാൻ I²RT, അതിൽ കറണ്ട് തരും, റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ടൈം വരുന്നുണ്ട്. മറ്റൊന്ന് പവർ കാണാൻ വേണ്ടിയിട്ട് ഹീറ്റ് എനർജി / T ആണ്. അപ്പോൾ T കട്ടായി പോകുമ്പോൾ I² പവർ. ഈ പവറിൻ്റെ ആണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വാട്ട് എന്ന് പറയും. നമ്മൾ സാധാരണ ബൾബൊക്കെ എത്ര വാട്ടാന്ന് പറയുന്നത്, വാട്ട് എന്ന് പറയുന്നത് ഈ പവറിൻ്റെ യൂണിറ്റാണ്. അതുപോലെ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, ജൂളാണ് വരുന്നത്, ജൂള്. അപ്പോൾ പ്രെസ്കോട്ട് ജൂൾ എന്നൊരു ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്, വെച്ചിട്ടാണ് പേരിട്ടിട്ട് ജൂള്. അപ്പോൾ ജൂൾ നിയമം അതാണ്, അത് വെച്ചിട്ട് നമുക്ക് പവറും കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊന്ന് പറയുന്നത്, ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. സാധാരണ റെസിസ്റ്റൻസും, ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും അതിലൂടെ ഒഴുകുന്ന കറൻറ്റും പിന്നെ ആ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ്, ആ വോൾട്ടേജും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ഈ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റും. അതായത് അത് വേറൊരു നിയമമാണ്, ഓം നിയമമാണ്. അതായത് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അപ്പോൾ അവിടെ പറയുന്നത് R = V/I ആണ്. അവിടെ ഈ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള ഒരു ഭിന്നസംഖ്യയായിട്ടാണ്, ഫ്രാക്ഷനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടേക്കാണ് I വരുന്നത് അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇവിടെ Iക്ക് പകരം I = V/R എന്ന് എഴുതാം അല്ലേ, V/R എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സമവാക്യം H=I²RT എന്നുള്ളിടത്ത് ഇതുപോലെ എന്ത് ചെയ്യാം, Iക്ക് പകരം V/R ഇട്ട് കൊടുത്ത് അതിനെ സ്ക്വയർ ചെയ്തിട്ട് പിന്നെ RT ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആറും താഴെ ആറും ഈ ആറും കട്ട് ചെയ്ത് പോയി. അങ്ങനെ V²/R × T എന്നൊരു ഇക്വേഷനിലൊക്കെ ഹീറ്റ് എനർജി എഴുതാൻ പറ്റും. അതായത് V²/R × T, ഇങ്ങനെ ഒരു സമവാക്യത്തിലൊക്കെ ഇക്വേഷൻ മാറ്റാൻ പറ്റും. അപ്പം താപോർജ്ജം എന്നുള്ള ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ സമവാക്യങ്ങളൊന്ന് ഷോർട്ടായിട്ട് എഴുതുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരെണ്ണം പറഞ്ഞത് ഹീറ്റ് എനർജി കാണാനുള്ള സമവാക്യമാണ്. അല്ലെ, ഹീറ്റ് എനർജി കാണാൻ വേണ്ടിയിട്ടുള്ള സമവാക്യം എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഒന്ന് H=I². എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് X² 2x + 4 ഇതേ രൂപത്തിലുള്ള വാക്യങ്ങളെയാണ് പോളിനോമിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ. ഇതിലൊരു ചരം അടങ്ങിയിട്ടുണ്ടാവും, അതായത് വേരിയൻ്റ് എക്സിന് ഏത് വിലയും നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളതിനെ 1² + 2 × 1 + 4 എന്ന് എഴുതും. ഇങ്ങനെയാകുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വില എങ്ങനെയാണ് വരുന്നത്, 1 + 2 + 4 എത്ര വരും, 7 എന്ന് വരും അല്ലേ. അതുപോലെ നമുക്കിതിന് വ്യത്യസ്തമായ നമ്പേഴ്സ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിൽ X² +
2x+4 ആയിരുന്നല്ലേ നമ്മുടെ പോളിനോമിയൽ. ഈ പോളിനോമിയൽ -1 കൊടുത്താൽ എങ്ങനെയായിരിക്കും? -1² വരും. ഇതിപ്പോൾ 2 × -1 +4. ഇവിടെ ആകുമ്പോൾ -1 ആയതുകൊണ്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് വീണ്ടും 1 തന്നെയാണ് കിട്ടുന്നത്. -× -1 ആണല്ലോ. അതല്ല 2 × -1 ആകുമ്പോൾ -2 ആണ് കിട്ടുന്നത്. +4 ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്താൽ 1 - 2 +4 എന്ന് കിട്ടും. അതായത് 1 - 2 എന്ന് പറയുന്നത് -1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 1ഉം +ഉം ആഡ് ചെയ്യാം. അപ്പോൾ 5 കിട്ടും. 5 ന്ന് 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഈ വാരിയൻ്റ്, അതായത് എക്സ് എന്ന വാരിയൻ്റ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചരം എന്ന് വിളിക്കാം, ഈ വാരിയൻറ്റിൻ്റെ വില മാറുന്നതനുസരിച്ച് പോളിനോമിയലിൻ്റെ വിലയും മാറിക്കൊണ്ടിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് 10ാം ക്ലാസ്സിൽ. അതുപോലെ ഇപ്പോൾ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഈ മോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ 2 വലിയ വരകളുടെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ആ എക്സ് എന്ന വാരിയൻറ്റിന് ഏത് ചിഹ്നവുമാകാം. പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇതിൽ എക്സിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആദ്യം നമുക്ക് മോഡിൻ്റെ ഇതിൽ നിന്ന് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ പോസിറ്റീവ് ആണ് എക്സ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് x-3 + x-2 = 10 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 2x എന്ന് വരും. 2x -2 -3 കൂടെ ആഡ് ചെയ്യുമ്പോൾ -5 ആണ്. 10 എന്ന് വന്നു. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ 10 ഈ മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ +5 ആകുമ്പോൾ 15 എന്ന് വരും. അങ്ങനെയാകുമ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 15/2 എന്ന് വരും. ഒരു ഭിന്നസംഖ്യയായിട്ട് വന്നു. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്പർ ശ്രദ്ധിക്കാതെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയായാലും ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് x-2 + x-3 = 10 എന്ന് വന്നാൽ നമുക്ക് മോഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ എക്സിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ വന്നു? 15/2 എന്ന് വരുന്നുണ്ട് അല്ലേ. ഇനി അന്നേരം ഇതിനെ നെഗറ്റീവായിട്ട് എടുത്ത് നോക്കാം. നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരുന്നു നോക്കാം. നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അതിൽ -x ആയിട്ട് വരുമ്പോൾ ഇത് -x ആയി വരും. അപ്പോൾ -3 എന്നുള്ള +3 ആയിട്ട് വരും. പിന്നെ ഇവിടെയുള്ള പ്ലസ്, വീണ്ടും -x, പിന്നെ +2 = 10 എന്ന് വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്കറിയാം -2x പ്ലസ് ഇവിടെ എന്തായാലും 3ഉം 5ഉം കൂടെ 2ഉം കൂടെ 5 എന്ന് വന്നു. അങ്ങനെയല്ലേ വരുന്നത്? = 10. അങ്ങനെയാകുമ്പോൾ ഇവിടെ -2x എന്ന് പറയുന്നത് 10 - 5 ആയിട്ട് വരും അല്ലേ. അതായത് 5. അങ്ങനെയാകുമ്പോൾ എക്സ് എന്ന് പറയുന്നതിൻ്റെ വില എങ്ങനെ വരും? -5/2 എന്നാണ് കിട്ടുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് 2 വിലകൾ എക്സിന് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മോഡ് എന്ന ഇതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ അതിന് ചിഹ്നം വരികയാണ് ചെയ്യുക. മോഡിനുള്ളിലിരിക്കുന്നതിൻ്റെ ചിഹ്നം ഒന്നെങ്കിൽ മൈനസോ പോസിറ്റീവോ ആവാം. അതിൽ നിന്ന് പുറത്തോട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ചിഹ്നം ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ അതിൻ്റെ വില നമുക്ക് കിട്ടും.